വലിയ പൊട്ടിത്തെറി ഉണ്ടാവുന്നതാണ്. അത് ഓരോന്നോരോന്നായിട്ട് ഓരോ ദിവസം ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും പൊട്ടിത്തെറിയായിരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാവകാശത്തിലാണ് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് എന്നുള്ള പ്രശ്നമാണല്ലോ നിങ്ങൾ ഉന്നയിച്ചത്. നിങ്ങൾ ഈ 2-3 ദിവസമായിട്ട് എന്താ ചർച്ച ചെയ്തത്? അവിടെ ചർച്ച ചെയ്തെന്ന മുഴുവൻ ചർച്ച ചെയ്തത് അൻവറും UDF തമ്മിലുള്ള കുഴപ്പവും പ്രസിദ്ധിയാണ്. ഇനിയിപ്പോൾ കോൺഗ്രസിൻ്റെ അകത്ത് വരാൻ പോകുന്ന സമ്മർദ്ദം, സംഘർഷം ഓരോന്നോരോന്നും പുറത്ത് വരാൻ പോവുകയാണ്. ഓരോരുത്തരുമായിട്ട് അവരുടേതായ തീക്ഷ്ണമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ വരാൻ പോവുകയാണ്. ഇനിയും വരും. സുധാകരൻ പ്രതികരിച്ചിട്ടുണ്ട്. സുധാകരൻ പ്രതികരിക്കുന്നല്ല ഇതിന്, സുധാകരൻ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ഇനി ഇതിൻ്റെ അകത്ത് UDFൻ്റെ അകത്ത് ഇതേപോലുള്ള പൊട്ടിത്തെറി ഇനിയും തുടർന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വെള്ളിയാഴ്ചയോടുകൂടി സ്ഥാനാർത്ഥികളെ ചേർത്തുകൊണ്ട് സംഘടനാ പ്രവർത്തനം, ഇതുവരെ സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതും കൂടി ചേർത്തുകൊണ്ടുള്ള സംഘടനാ പ്രവർത്തനം പൂർണ്ണമായിട്ടാണ്. ഞാനിപ്പോൾ അൻവറിനെപ്പറ്റി ഞാൻ മുമ്പേ ഒഴിവാക്കിയതാണ്. അദ്ദേഹത്തെ പറ്റി എന്തെങ്കിലും രീതിയിൽ പ്രതികരിക്കാൻ ഞാനില്ല. അതും UDF തമ്മിലുള്ള പ്രശ്നമാണ്. ആ പ്രശ്നം മാത്രമേ കാണേണ്ടിയുള്ളൂ. അത് വലിയ രീതിയിൽ ഇനിയും സംഘർഷാത്മകമായ രീതിയിൽ മാറും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.